മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനോട് വ്യക്തത തേടി ഹൈക്കോടതി. നിയമനം എന്തധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ബുധനാഴ്ച മറുപടി നൽകാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തീർച്ചയായും മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് വ്യക്തത തേടി ഹൈക്കോടതി എടുത്തത്. ഇത്തരത്തിലൊരു പ്രശ്നം രൂപപ്പെടുകയും അത് സങ്കീർണമാവുകയും അതിനകത്ത് കൂടുതലായി നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ജനങ്ങളുമായി ഒക്കെ ചർച്ച ചെയ്യുകയും ആ സമരങ്ങളൊക്കെ തുടരുന്നതും ഒരു ഘട്ടത്തിലാണ് അതിലേക്ക് അന്തിമ ഒരു തീരുമാനം എത്താനായി ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത്. കമ്മീഷനെ നിയമിച്ച കാര്യത്തിൽ അന്ന് നിയമമന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിച്ചിരുന്നതുമാണ്. ഇതിൻ്റെയൊക്കെ ഇത് കൂടിയാണ് കോടതി ഇപ്പോൾ ചോദിക്കുന്നത്. വ്യക്തത തേടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാരിനോട്. എന്തൊക്കെയാണ് കോടതി ചോദിച്ചത്? സാലി മുഹമ്മദ് വിവരങ്ങളുമായി. സാലി, അതായത് ഈ മുനമ്പത്ത് വഖഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് ആ നിയമനം അസ്ഥിരപ്പെടുത്തണം, അത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു ഹർജി ഹൈക്കോടതിയിലെത്തിയത്. മുനമ്പം വഖഫ് സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പേരിൽ വന്ന ഹർജി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് പരിഗണിച്ചത്. അപ്പൊ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യം, ഇതിൽ എന്തധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സിവിൽ ഡിസ്പ്യൂട്ടിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്? എന്തൊക്കെയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ? അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് കോടതിക്ക് അറിയേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി ചൂണ്ടിക്കാട്ടിയത്, ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ ഒരു സിവിൽ കോടതി തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ സിവിൽ കോടതി തീർപ്പാക്കിയ കേസിൽ എങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇടപെടാൻ കഴിയുക? പ്രത്യേകിച്ചും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ്. അത്തരം കേസിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് പുറത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് എങ്ങനെയാണ് സാധിക്കുക എന്നാണ് വിശദീകരിക്കേണ്ടത്. അക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ വാക്കല്ല പറഞ്ഞത്. അക്കാര്യത്തിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലും എന്ത് കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അത് നിയമിച്ചതെന്നാണ് കോടതിക്ക് അറിയേണ്ടത്. അത് ബുധനാഴ്ച വരെ സമയം നൽകിയിട്ടുണ്ട്. ആ നിയമന രീതിയെ കോടതി ചില വാക്കാൽ പരാമർശവും നടത്തിയിട്ടുണ്ട്. ഏതായാലും ബുധനാഴ്ചയ്ക്ക് മറുപടി നൽകണം. അതിനുശേഷം കേസ് കോടതി പരിഗണിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതി ആവശ്യപ്പെടുന്നത് സർക്കാരിന് ഒരു വിശദീകരണം നൽകട്ടെ. അതിനുശേഷം ഈ ഹർജിയിന്മേൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനോട് വ്യക്തത ആരായുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തത്. നിയമനം എന്തധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സർക്കാർ വിശദീകരിക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം.